ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അലീനയും രോഹിയും കൂടെ ശരണയുടെ വീട്ടിൽ പോയി വന്ന് കയറിയതും കൃഷ്ണ പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, എന്നെ കൂട്ടിയിട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കാലം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ അലീന ചേച്ചിക്ക്, ഇപ്പോൾ എല്ലാവരെയും കിട്ടിയപ്പോൾ എന്നെ വേണ്ടതായില്ലേ എന്നൊക്കെ പറഞ്ഞ പരിഭവമൊക്കെ പറയുന്നുണ്ട് അവർ. അങ്ങനെ അകത്തേക്ക് പോകണം. അകത്തേക്ക് പോയിട്ട് ബബിതയുടെ അടുത്തേക്ക് അലീന ചെന്ന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തിനാ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ചോദിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ട്. ഞാൻ പിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. വലിച്ചെറിയുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് വിഷമമായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അവൾ ഇറങ്ങിപ്പോയതും ബബിത ഓടിച്ചെന്ന് സന്തോഷത്തോടെ എന്താണ് മേടിച്ചിട്ട് വന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്. ഒരു ചുരിദാറായിരുന്നു, അതും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് അലീന. പോയിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് പോവുകയാണ്, ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല, മാഡം ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയാൽ ഈ കുടുംബം ഛിന്നഭിന്നമായി പോകും, നീ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും എൻ്റെ മകളാണെന്നുള്ള കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇനി നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ എന്ത് ഉത്തരവാദിത്വം പറയും? എന്താണ് അച്ഛൻ്റെ മകളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് ചോദിക്കില്ലേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പോവുമോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ബ്രിജിത മമ്മി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ആരും അറിയരുത്, നിൻ്റെ കൂടപ്പിറപ്പിൻ്റെ അടുത്തും അച്ഛനെയും അമ്മനെയും നിനക്ക് കാണാം, അവരോട് സംസാരിക്കാം, പക്ഷെ ഒരിക്കലും നീ അവരുടെ മകളാണ് എന്നുള്ള സത്യം അറിയരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അറിയരുതെന്ന് ആഗ്രഹിച്ചോ അവർ തന്നെ അത് അറിയുകയും ചെയ്തു, അത് എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അലീന അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കാരണമാണ് മാഡം ഇവിടെ നിന്ന് പോയത്, നിങ്ങൾ തമ്മിൽ അകലാനുണ്ടായതും ഞാൻ കാരണമാണ്, അപ്പോൾ നിങ്ങളെ ചേർത്ത് വയ്ക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് അച്ഛൻ മാഡത്തെ സ്വീകരിക്കണം എന്നെല്ലാം അലീന പറയുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്. അത് കണ്ടതും ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അലീനയുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ബബിത രോഹിയുടെ അടുത്തും കൃഷ്ണൻ്റെ അടുത്തും പറയുന്നുണ്ട്, അലീന ചേച്ചി കരയുന്നുണ്ടായിരുന്നു, അച്ഛൻ വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും അലീന ചേച്ചി വഴക്ക് പറഞ്ഞത് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് മക്കളും പറയുന്നുണ്ട്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. ആ ഷോക്ക് കേട്ടതും ബബിത ആകെ ഞെട്ടിയ പോലെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.